എല്ലാരും ഉറക്ക കളഞ്ഞ് മോതലോട്ടേക്ക് അയച്ചു ഒരായെടുത്ത ആയെടുക്ക്. ഞങ്ങളെല്ലാരും ഉറക്കം കളഞ്ഞ് ഇതട്ടോ ആശുപത്രി റാഷന്റെ പെടുന്ന മുന്നിലാണ്. ഇത് രോഗിയുടെ വന്ന ഫ്രണ്ട്. ഇത് രോഗിയുടെ കളിക്കണേ. ഒരായെടുത്ത ഇത് രോഗി. ഇത് വേറൊന്ന് ഇത് മറ്റോളെ ഏട്ടത്തിട്ടോ ഒരു കളിച്ചോണ്ടിരിക്കണ ഗൈസ്. ഒരായെടുത്ത അങ്ങനെ പറയാം. ഇവന്നെ കടിക്കുന്നോണ്ടാ ഇവന്നെ ഒന്നിനും തല്ലു. അപ്പൊ നട്ടപ്പാരക്ക് 12:30 കഴിഞ്ഞ് നല്ല കളി കളിച്ചോണ്ടിരിക്കുക കേട്ടോ. ഓളോടെ നല്ല ഓടി കളിക്കാണ്. ആരും ഉറങ്ങാൻ സമ്മതിക്കണില്ല. ഫസ്റ്റ് കളിയിൽ നമ്മളെ ചെക്ക ചേച്ചിട്ടുണ്ട് കേട്ടോ. മുത്തേ എന്താ പേര്? സിയാന്. എവിടെ സ്ഥലം പറഞ്ഞ്? ഇജ്ജ് പൊട്ടിയങ്ങാടി. എനിക്ക് മനസ്സിലായി. ഇജ്ജ് സ്ഥലം പറ. പൊട്ടിലങ്ങാട് മനസ്സിലായി. പൊട്ടത്തിനെ കണ്ടപ്പോ എന്റെ സ്ഥലം രോഗി കേട്ടോ. രോഗിയുടെ എന്റെ സ്ഥലം ഇവിടെ. എത്രയല്ല പഠിക്കണേ? +2 കഴിഞ്ഞു. ഇജ്ജ് എത്രയല്ല? 9, 10. ഓൾക്കനെ ഓർമ്മയില്ല കേട്ടോ. കഞ്ച പഠിച്ച മോഡല. ഇജ്ജ് എത്രയല്ല? 10. ഐശു അല്ല. ഐശു അല്ല. എന്താണ്? ശവന. ഓൻ പൊളി കേട്ടോ. ഓള് കുട്ടിയെ പൊളിയാണ്. ഓള് രണ്ടാളും ഉറക്കം പോയത് കേട്ടോ. രണ്ടാമത്തെ കളി ഇതിലെങ്ങനെ ജയിക്കാൻ നോക്കണം മക്കളെ. ഈ കളി കൊണ്ട് ഇവർക്കിനോട് എന്തൊക്കെയോ ദേഷ്യം കേട്ടോ. കേറി മുതൽ ദേഷ്യം. അങ്ങനെ മുട്ടായി കൊടുത്താൽ പിന്നെ പ്രശ്നം വരില്ല. ഫുള്ള് വെട്ടിക്കലുണ്ട് ഉണ്ടാക്കല്. എന്തായാലും പൊളി കേട്ടോ. നമ്മുടെ പഠിച്ചവിടെ എന്തായാലും 1 മണിയായി. രണ്ടാമത്തെ കളി തുടങ്ങി. ഒരു വൈകി കേട്ടോ. ഇത് കാറ് വരുന്നത് കളിച്ചോ. ഞാൻ ഇറങ്ങും മുന്നേ വെട്ടും. റാശി കാണണ്ട. വലിയുള്ളൂ. ഉറക്കം വരുന്നുണ്ടോ? ഐശ്വ ഉറക്കം വരുന്നുണ്ടോ? ഐശ്വല്ല നിഷ. സോറി കേട്ടോ. നിഷക്ക് ഉറക്കം വരുന്നുണ്ടോ? രക്ഷക്കുട്ടിയൊക്കെ നിങ്ങൾ ഉറക്കം കഴിഞ്ഞിട്ട് ഓളം ഉറങ്ങണം നോക്ക് അല്ലേ. ഒരായെടുത്ത ഒരായെടുക്ക്. താത്താനെ നോക്കിക്കാട്ടോ. ഡ്യൂട്ടി വർക്ക് വരുന്നുണ്ടോ? നല്ല ഉറക്കം വരുന്നുണ്ടോ? പാട്ടെടുത്ത് തരണോ? ഓൾക്ക് പനിയാട്ടോ ഗൈസ്. നല്ലൊരു ഉറക്കം മൂടിയാണ്. വേറെ മുണ്ടാക്ക് അല്ലേ. ഞങ്ങൾ ഉറക്കം കളഞ്ഞ മുതൽ എല്ലാവരും ഡോർമ ഞങ്ങൾ കൊട്ടും. അത് പണിൻ്റെ കുട്ടിക്ക് അല്ലേ. ചിരിക്കണക്ക്. ഒരായെടുക്ക്. ഒരായെടുത്ത ഡോസ് കൂടി സാധനം അടിച്ചുള്ളത് അങ്ങനെ കുറ്റം പറഞ്ഞ കുട്ടിയാണ്. പോണോ? ഒരുമാട്ട് മാഷാള്ള കുട്ടി കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു അല്ലേ. ഇതിൻ്റെ കുറച്ച് പ്രശ്നം അപ്പം നിങ്ങൾക്ക് മാർക്കുണ്ട്. ഇപ്പം ഇന്ന് രാവിലെ കിട്ടും. അപ്പോൾ എന്തായാലും ഇന്നലെ രാത്രി അപ്പുറത്തെ കുട്ടികളും അതുപോലെ തന്നെ നല്ല ഫാമിലിയൊക്കെ ഉണ്ടാവും. ഞങ്ങളെല്ലാവരും കഴിച്ച് ഇങ്ങനെ സെറ്റായി മാഷാള്ള. കാരണം കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ വരുമ്പോൾ വരും ഇവിടെ ആശുപത്രി കേസാണ് നിങ്ങൾ കളിക്കാൻ നിൽക്കാന്ന്. പക്ഷേ അവിടെ ഇതിൽ ഞങ്ങൾ 2 രോഗിയായി ഇരിക്കുന്നുണ്ടാവും. ഓൾക്കൊരു ഹാപ്പിനെസ്സായി. എന്നിട്ട് അമ്മ ഇപ്പം ഇന്ന് രാവിലെ എടുത്ത് പറഞ്ഞു മോനെ ഇന്ന് ശരിക്കും അങ്ങ് ഇടയ്ക്ക് പോകട്ടും. 2 ദിവസം കൊണ്ട് നിൽക്കേണ്ടതാണ്. ഇന്ന് ശരിക്കും പോകട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാപ്പിനെസ്. ഒരു കളിക്കുമ്പോൾ ഒരു കുട്ടികളാണ്. നമ്മൾ സ്വന്തം കുട്ടികളെ പോലെയായിട്ട് നമ്മൾ കളിച്ചത് ഓരോ കൂടെ. മാഷാ നല്ല രസമുണ്ട്. പ്രാവശ്യം ഇങ്ങനെ ഇടയ്ക്ക് വരും. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ വയ്യാതെ കിടക്കുക ഒരു കുട്ടികളൊപ്പം കളിക്കാനല്ലേ. അപ്പോൾ എന്തായാലും മാഷാ അങ്ങനൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് എല്ലാവരും എന്തായാലും ഇങ്ങനെ ബോറെ ഒരു ആശുപത്രി ഇങ്ങനെ ചുമ്മാ എനിക്ക് പനിയാണ് എനിക്ക് ഛർദ്ദിയാണ് കണ്ടിരുന്ന കാര്യമില്ല. ഓർക്കൊരു വൈബ് ഓർക്കൊരു സന്തോഷം കൊടുക്കണം. അങ്ങനെ ചെറിയ ലൂഡൊക്കെ കളിച്ചാൽ ആരാണ്. അങ്ങനെ എന്തായാലും കളിങ്ങാനും കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. ഇനി വീട്ടിൽ പോയി പ്രശ്നമാകും. അപ്പം ഇന്നലൊക്കെ റിസൾട്ട് എന്ന് ഇത് പോകൂലേ പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ ഞാൻ എന്താ കാര്യങ്ങൾ നോക്കട്ടെ. ഇപ്പോഴും മൂത്രം കൂടെ ടെസ്റ്റ് ചെയ്യണം. റെഡിയോ? മാഷാക്ക് ഓക്കെ ഉണ്ടോ? ഒന്നും ഞാൻ പറയുന്നില്ല. മാഷാല്ല ഇപ്പം അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ പോയാലോ? സെറ്റല്ലേ? ഹാപ്പി അല്ലേ? അതാണ്. അപ്പോൾ എന്തായാലും ഞാൻ പോയോട്ടെ. തന്നെ ഇൻഷാല്ലാ വീട്ടിൽ പോയോട്ടെ. ചെറിയ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈകിട്ട് തന്നെ വരണം കേട്ടോ. മക്കളെ എന്തൊക്കെയാണ് വിശേഷം? അങ്ങനെ എന്തായാലും ആശുപത്രിയിൽ നിന്ന് ഇതായിട്ടുണ്ട്. ഇപ്പോൾ അൽഹംദുലില്ലാ കുട്ടിക്ക് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകും. പിന്നെ കുട്ടിക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. പഠിച്ചതിൻ്റെ ഞങ്ങളൊക്കെ പ്രാർത്ഥന അതുപോലെ തന്നെ പഠിച്ചതും ഒക്കെ എല്ലാം ശരിക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ
അപ്പോൾ വീഡിയോ കണ്ടല്ലോ നമ്മൾ കളിക്കുന്നത് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ കമൻറ്റ് തരാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. അവിടെ പെണ്ണിനോട് കുറച്ച് ചീത്ത പറഞ്ഞോ, പെണ്ണ് ആശുപത്രിയിൽ നിൽക്കുമ്പോഴാണോടാ കളി, അത് കമൻറ്റ് വരും, കുറേ കമൻറ്റ്. അപ്പോൾ അതിനൊക്കെ പറഞ്ഞുതരാം. അത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും കേട്ടോ. കാരണം പറയാൻ കാരണം വേറെ ഒന്നല്ല. നമ്മളിപ്പോൾ അവിടെ ഇപ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ പോയ 3-4 ദിവസമാണ് അവിടെ നിന്നു. ആ 3 ദിവസം അവിടെ അപ്പുറത്തെ രോഗികളുണ്ടാവും. ഞങ്ങൾ ബില്ലൊക്കെ ഇറക്കുമ്പോൾ തന്നെ അവരും പോയത്. അപ്പോൾ എന്ത് ചെയ്താൽ അവരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ 2-3 ദിവസം മുണ്ടാൻ പൂച്ച പോലെ ഒരാളും അനക്കോ ഇല്ല, ഇതും ഇല്ല. വേറെ അമ്മയും പിന്നെ അനിയനൊരു ഫാമിലി, പിന്നെ ഉമ്മയും അമ്മയുടെ മോളും പിന്നെ അതുപോലെ തന്നെ എനിക്കങ്ങനെ മോനുണ്ടാവും അവിടെ. ഒരു കൂട്ടിൽ കെട്ടിട്ട പോലെ അവിടെ ഞങ്ങൾ പോകുമ്പോൾ ഇരുന്നിരുന്നു. എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ പറയണ്ടാവും. ഒരു കൂട്ടിട്ട് ഇരിക്കുന്ന പോലെയാണ് അറിയുന്നത്. അപ്പോൾ അവിടെ പോയി സംസാരിച്ച് മാഷാ നമ്മളെ വീഡിയോസിൽ കാണുന്ന ആൾക്കാരാണ് അതൊക്കെ പറഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മൾ നല്ല കമ്പനിയൊക്കെ ആയി. അതുപോലത്തെ വേറെ ഫാമിലിയിലാണ് നമ്മുടെ ഇഷൽ മോളുടെ ഉമ്മ, അതുപോലെ തന്നെ ഒരു പെങ്ങളും കസിന്. അങ്ങനെ അവരൊക്കെ നല്ല പരിചയമൊക്കെ ഞങ്ങളെ കളിക്കാനൊക്കെ കണ്ടതല്ലേ. അപ്പോൾ എന്തായാലും അപ്പോൾ ഇനിയിപ്പോൾ അതിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയൊക്കെ കാര്യം കമൻറ്റ് വരിക, എന്തായാലും ഷുവറായിട്ട് അങ്ങനത്തെ കാര്യം കമൻറ്റ് വരിക. അപ്പോൾ ഞാൻ പറയല് വേറെ ഒന്നുമല്ല, ഇപ്പം എന്താ പറയുക അങ്ങനെ. അപ്പോൾ കുട്ടികളുടെ സന്തോഷം, ആ കളിക്കുമ്പോഴുള്ള സന്തോഷം. ഇപ്പം എൻ്റെ പെണ്ണിനോട് പറഞ്ഞു ഞാൻ ഇവിടെ പെയ്യാതെ കിടക്കുമ്പോഴാണോ കുട്ടിക്ക് മാഷാഅല്ലാഹ് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ 2 മണിക്കൂർ കൊണ്ട് രസിച്ചൊക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്കൊക്കെ ഒരു ഉഷാറ് വന്നത്, ഒരു മൂഡ് വന്നത്, നല്ലൊരു വൈബ് വന്നത്. അപ്പോൾ അൽഹംദുലില്ലാ റാഹത്തല്ല. പിന്നെ ആൾക്കാരോട് ഉറക്കമില്ല, അല്ല റൂമിലെല്ലാവരും ഫുള്ളല്ലേ, നമുക്ക് കിടക്കാൻ നമ്മളിന്ന് വരാന്തരല്ല കിടക്കല്. അപ്പോൾ എന്തിനാണ് സ്ഥലമില്ലല്ലോ, ഒരു ആശുപത്രി പോയാൽ അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് അപ്പോൾ എന്തായാലും അവർക്ക് പുറത്തേക്ക് അപ്പോൾ നമ്മൾ സംസാരിച്ച് കമ്പനിയൊക്കെ ആയി. ഞങ്ങൾ അവിടെ 4 റൂമത്തേക്ക് കസാല പുറത്തൊക്കെ ഇട്ട് കളിച്ച് സംസാരിച്ച് സെക്യൂരിറ്റി വന്നിട്ടൊക്കെയും അവിടെ നിന്ന് പോകുന്നൊക്കെ ഇതൊക്കെ പറഞ്ഞ് എന്തായാലും നല്ലൊരു ആശുപത്രി കേട്ടോ നമ്മുടെ യൂണിറ്റ്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് കളിച്ച് ഒരച്ചിരി കളിക്കുമ്പോൾ വീഡിയോ ശ്രദ്ധിച്ച മനസ്സിലാവും. ഒരച്ചിരി ഹാപ്പിനെസ്. 3 ദിവസം അവിടെ ബെഡിൽ ഉപ്പും മുളകില്ലാത്ത ഫുഡൊക്കെ കഴിച്ച് വായക്ക് സ്വാദില്ലാത്ത ഒന്ന് ബോറടിച്ചിടക്കൊക്കെ വയറുവേദനയാണ്, അതുപോലെ തന്നെ ഛർദി നന്നിട്ട് കടന്ന കുട്ടികളുടെ മുഖത്തിൻ്റെ ചിരി കാണണം, കളിക്കുമ്പോൾ സന്തോഷം ഹാപ്പിനെസ്സൊക്കെ കാണണം. മാഷാഅല്ലാഹ് അത് കിട്ടിയാൽ അൽഹംദുലില്ലാ. അപ്പോൾ അതാണ് ഒരു രോഗിക്ക്. ഒരു രോഗിയായി കഴിഞ്ഞാൽ ഒരു വയ്യായി പിടിച്ചാൽ നമ്മൾ ഇങ്ങനെ വയ്യാത്തതാ അതേപോലെ ബെഡിലിങ്ങനെ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വയ്യായി മാറില്ല. പക്ഷെ അത് റെസ്റ്റ് എടുത്ത് നല്ല പുറത്തു കൊടുക്കുക, നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഒരു വൈബായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ കളിയും ചിരിയും ഉണ്ടെങ്കിലേ ഉള്ളൂ എല്ലാ അസുഖം മാറുക. അസുഖത്തിനല്ല, നമ്മൾ ടെൻഷനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിരിക്കാൻ വന്നാൽ ചിരിക്കലൊരു കോമഡി ഉണ്ടെങ്കിൽ. ഇപ്പം എന്നോടൊരു സംഭവം പറയാം. കൂട്ടത്തിൽ 4 ആൾക്കാർ, ഒരു ഉദാഹരണം പറയട്ടെ, കൂട്ടത്തിൽ 4 ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ 4 ആളുണ്ട്. ഒരാൾ ചൂടനാണ്, ഒരാൾ മുണ്ടാമുച്ചയാണ്, ഒരാളാണെങ്കിൽ നല്ല വൈബ് കളിയും തമാശയൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിൻ്റെ ഫുള്ള് പൊട്ടത്തരം പറഞ്ഞ ഇതൊക്കെയാണ്. നമ്മൾ കൂടുതൽ ഒരാൾ മരിച്ചെന്ന് വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻഷൻ. ഇപ്പോൾ നല്ല മുണ്ടാമൂച്ച ആൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും ഓർക്കൂല, കുറച്ച് ദിവസം നമ്മൾ മറക്കും. പക്ഷെ അതുപോലെ തന്നെ ഇപ്പോൾ ടെൻഷനായിട്ട് ഒരാൾ അങ്ങനെ ഇതായി ഒക്കെ പോട്ടെ, ഒരു കോമഡി അടിക്കുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ നമ്മൾ ഓർക്കും. അവൻ്റെ സംസാരിച്ച ചിരി, നമ്മുടെ മനസ്സിൽ ടെൻഷന് അതൊക്കെ പോയിരുന്നല്ലോ എന്ന് മനസ്സിലായോ. ഞാനൊരു പൊട്ടന ആണ് എന്നല്ല കേട്ടോ പറയണത്, പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ അതാണ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ടെൻഷൻ ഉണ്ടെങ്കിൽ മനസ്സ് ഹാപ്പിയാൽ മതി. നമ്മൾ സന്തോഷമായി കഴിഞ്ഞാൽ മറ്റുള്ളവർ സന്തോഷമാക്കാം. അത് ഞാൻ കാണിച്ചിട്ടുള്ളൂ. അവിടെ ഇപ്പോൾ നിങ്ങൾ കളി കണ്ടില്ല, ഞങ്ങളൊക്കെ ഒരു നല്ലൊരു കൂട്ടുകുടുംബം പോലെ ഒത്തൊരുമ പോലെ ഞങ്ങളവിടെ കളിച്ചത്. മാഷാഅല്ലാഹ് ഞങ്ങൾ ഇരുന്നാല് അവിടെ നിന്ന് കസലൊക്കെ ഓടുന്ന ഇരുന്ന് സെൻറ്ററിൽ തകെ ഞങ്ങൾ കളിച്ച്. ഒന്നാമത് നമ്മൾ സിനിമകളിലോട്ട് നമ്മൾ ഉറക്കം കളഞ്ഞത് ഫുൾ അച്ചടരും അപ്പുറത്തെ ഓരോ ഡോറും ഇങ്ങനെ മുട്ടി ഇതാക്കും. എന്തായാലും മാഷാഅല്ലാഹ് ഹാപ്പിനെസ്സാണ്. പ്രാവശ്യം എനിക്ക് ഇപ്പോൾ സംസാരിച്ച പോലെ തന്നെ ഇപ്പോൾ മഞ്ഞപ്പിത്തം കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ കുട്ടികളെ കുറച്ച് മാറ്റുണ്ട്, അൽഹംദുലില്ലാ റാഹത്തായി. അങ്ങനെ ഇൻഷാഅല്ലാഹ് പിന്നെ നാളെ മറ്റന്നേരം വീട്ടിലേക്ക് കൊണ്ടും ഞാനൊന്ന് ഫ്രഷ് ആവുന്ന കേട്ടോ. എന്തായാലും നാളെ മറ്റന്നേരം വീട്ടിലേക്ക് കൊണ്ടും അൽഹംദുലില്ലാ. അപ്പോൾ മാഷാഅല്ലാഹ് അങ്ങനെയൊക്കെ പറഞ്ഞത് മനസ്സിലായോ. അപ്പോൾ എന്തുണ്ടെങ്കിലും ടെൻഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ കമൻറ്റ് ഇടുമ്പോൾ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഈ വീഡിയോ കണ്ടിട്ട് മൊത്തം കമൻറ്റ് ഇട്ടോളി, കുഴപ്പമില്ല. അവരെ 3 ദിവസത്തെ മുണ്ടാതിരുന്ന ആളെ നമ്മൾ ചിരിപ്പിച്ച് സന്തോഷമൊക്കെ അൽഹംദുലില്ലാ റാഹത്തായി. ഒരു പോകുമ്പോഴോട് പറഞ്ഞ വാക്കുണ്ട്, സഫാനായി ജാനെ കണ്ടാൽ ജാറക്കാരെന്ന് വിചാരിച്ച്, പക്ഷെ നേരിട്ട് ഇതാക്കിയപ്പോഴാണ് എൻ്റെ ഇതൊരു നല്ലൊരു വൈബാണ്, എൻ്റെ കുട്ടിയുടെ അസുഖം പെട്ടെന്ന് മാറിയെന്ന് ഒരു ഫാമിലി പറഞ്ഞത്. പക്ഷെ അതൊരു ഹാപ്പിനെസ്സാണ്. നമ്മൾ ടെൻഷനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. എന്തിനിപ്പോൾ 4 ദിവസം കിടക്കേണ്ട ആശുപത്രി 2 ദിവസം കൊണ്ട് ഇറങ്ങിപ്പോയി, പിറ്റേ ദിവസം ഇറങ്ങി. അതാണ് വൈബ്.
അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ മാഷാ അല്ലാ. അപ്പോൾ അൽഹംദുലില്ലാ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല മാഷാ അല്ലാ. ഞങ്ങളെയും അതുപോലെ നല്ലൊരു ഇത് കണ്ടിട്ട് അത് സ്വീകരിച്ച് എന്തായാലും ഒരുപാട് സന്തോഷമായി. പിന്നെ അതുപോലെ തന്നെ നേരത്തെ കുട്ടിക്കുള്ള പേരിടണം, നമുക്ക് എന്താ നോക്കണം ഇൻഷാ അല്ലാ. കുട്ടിക്ക് നല്ലൊരു പേരും കാര്യമൊക്കെ ഇടണം മാഷാ അല്ലാ. അപ്പോൾ എന്തായാലും ഇപ്പം എന്താ പറയാനുള്ളത്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാ ഇപ്പോൾ വേറെ ഒന്നും പറയലല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അടുത്ത വീട്ടിൽ കൊഞ്ചുന്നതും കുട്ടിയുടെ പേരിടുന്നൊക്കെ നമ്മൾ വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഈ ചെറിയ വീഡിയോ വേണ്ടി ചെയ്യാതെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.